ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, അയ്യു ദുആഇ അസ്മഉ, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു താല ഏറ്റവും കൂടുതൽ ഉത്തരം ചെയ്യുന്ന ദുആ ഏതാണ്? അതായത് ദുആ ചെയ്താൽ അള്ളാഹു താല ഏറ്റവും സ്വീകരിക്കുന്ന ദുആ എപ്പോഴുള്ള ദുആ ആണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് രണ്ട് സമയങ്ങളാണ്. ഒന്നാമതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള 5 വക്ത നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ, അതുപോലെ തന്നെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള ദുആ. ഈ രണ്ട് സമയങ്ങളും ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുമെന്ന്, ഏറ്റവും കൂടുതൽ അള്ളാഹു തആല ദുആ സ്വീകരിക്കുന്ന സമയമാണ് ഈ രണ്ട് സമയമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചോദ്യകർത്താവിനോട് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല തട്ടാത്ത പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂമി ഫഇന്നഹു ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, നിങ്ങൾ മർദ്ദിതന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. അതായത് ആക്രമിക്കപ്പെട്ടവന്റെ, പീഡിതന്റെ പ്രാർത്ഥന നിങ്ങൾ സൂക്ഷിക്കണം. കാരണം അള്ളാഹുവിൻ്റെയും അവൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല എന്നാണ്. അതായത് മർദ്ദിതൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പീഡിപ്പിക്കപ്പെട്ടവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല ആ പ്രാർത്ഥന സ്വീകരിക്കും. അവൻ്റെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ, അതായത് അവൻ്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ യാതൊരു തടസ്സവുമില്ല എന്നാണ്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന സ്വീകരിക്കുന്ന മറ്റൊരു പ്രാർത്ഥനയാണ് മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മാതാപിതാക്കൾ മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല തീർച്ചയായിട്ടും ആ ദുആവും അള്ളാഹു തആല സ്വീകരിക്കും എന്നൊക്കെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ഹദീസുകളിലൂടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ അതൊരു ഇബാദത്താണ്, ഒരു ആരാധനാക്രമമാണ്. മറ്റൊരു ഹദീസിലൂടെ അത് മുഖുൽ ഇബാദ എന്ന് പറയുന്നുണ്ട്, ആരാധനയുടെ മജ്ജയാണ് ദുആ എന്ന്. എല്ലാ കർമ്മങ്ങളുടെയും സ്വീകാര്യതക്കും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുന്നതിൻ്റെ ഒക്കെ രൂപമാണ് ദുആ, പ്രാർത്ഥന. ഇതിനൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഇങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ചില പ്രത്യേകമായ സമയങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മുത്തനബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അള്ളാഹു തആല നമ്മുടെ ദുആഇനെയും നമ്മുടെ ആമീൻ പറയലിലൂടെയും ഒക്കെ ആ സമയത്തോട് യോജിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.